ഹലോ ഗൈസ്, വെൽക്കം ടു പാർട്ട് 2 ഓഫ് കൊടൈക്കനാൽ സീരീസ്. പാർട്ട് 1 കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഓൾമോസ്റ്റ് ഒരു 11:30 ആയപ്പോഴാണ് നമ്മൾ ഹില്ല് കയറി തുടങ്ങിയത്. അപ്പോഴും വെയിലിന് ഒരു കുറവുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ AC ഇട്ടിട്ടാണ് ഡ്രൈവ് ചെയ്തത്. ഇത്ര ദൂരം നമ്മൾ പൈസ മുടക്കി വന്നത് വേസ്റ്റ് ആവുമെന്നാണ് വിചാരിച്ചിട്ടോ. പക്ഷേ ഒരു പകുതി ദൂരമൊക്കെ എത്തിയപ്പോഴത്തേക്കും നല്ല തണുപ്പായി, നല്ല മഴക്കാറും ഉണ്ടായേ. മഴ വരുന്ന എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്ക് പ്രതീക്ഷ വന്നിരുന്നേലും നമ്മൾ ഹില്ല് കയറുമ്പോൾ ഒട്ടും തിരക്കുണ്ടായില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും നിർത്തി ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ നമുക്ക് പറ്റിയിരുന്നേ. കുഞ്ഞു നല്ല ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് എന്താ ലഞ്ച് കഴിക്കേണ്ടതെന്നൊക്കെ പ്ലാൻ ചെയ്യുമായിരുന്നു. നമുക്ക് ഹില്ല് കയറി മേലെ എത്തിയപ്പോൾ ചെക്കിങ് ഉണ്ടാവും കേട്ടോ. അതിൽ നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിന് 20 റുപ്പീസ് വെച്ച് അവർ ഫൈന് വാങ്ങിക്കുന്നത്. നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് ലഞ്ച് കഴിക്കാൻ പോയത് ന്യൂ ഇമ്രാൻ ബിരിയാണിയിലായിരുന്നേ. അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. നമ്മൾ കുറേ നേരം വെയിറ്റിംഗ് ടൈം കഴിഞ്ഞിട്ടാണ് ഫുഡ് കിട്ടിയത്. ജീരകശാല റൈസിൻ്റെ നല്ല റാവത്തർ ബിരിയാണി ആയിരുന്നു നമ്മളെല്ലാവരും ഓർഡർ ചെയ്തത്. മട്ടനും ഉണ്ട് ചിക്കനും ഉണ്ട് കേട്ടോ. ചിക്കനിലാണെങ്കിൽ എല്ലാവർക്കും ലെഗ് പീസാണ്. പിന്നെ ഓർഡർ ചെയ്തത് പെപ്പർ ചിക്കനും ചില്ലി ചിക്കനും ആയിരുന്നേ. നല്ല ടേസ്റ്റുള്ള 10/10 കൊടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി സ്പോട്ടാണ് കേട്ടോ ന്യൂ ഇമ്രാൻ ബിരിയാണി. ഫുഡ് കഴിച്ച് നമ്മൾ നേരെ പോയത് നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്ത റിസോർട്ടിലാണ് കേട്ടോ. അവിടെ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വേറൊരു റൂം ഒരു 1 അവറത്തേക്ക് അവർ അലോട്ട് ചെയ്ത് തന്നു. ഇത് KSR റെസിഡൻസിയിൽ വരുന്ന റൂമാണ് കേട്ടോ. നല്ല വ്യൂ ആയിരുന്നു അവിടെ നിന്ന്. നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് തന്നെ ഒരു 1 അവർ നല്ല നിർത്താതെ മഴ പെയ്യുന്നുണ്ടായേ. അപ്പോൾ നമ്മൾ ഈ നാട്ടിലത്തെ ചൂടുന്ന അവിടെ പോകുമ്പോൾ നമുക്ക് നല്ല ആശ്വാസമായിരുന്നു. എല്ലാവർക്കും നല്ല ഹാപ്പി ആയേ. നമ്മൾ ആക്ച്വലി കൊടൈക്കനാലോട്ട് ട്രിപ്പ് വന്നിട്ടുള്ളത് സ്ഥലങ്ങൾ കണ്ട് എൻജോയ് ചെയ്യാനോ എക്സ്പ്ലോർ ചെയ്യാനോ അല്ല കേട്ടോ. നമുക്ക് ഈ ക്ലൈമറ്റ് എൻജോയ് ചെയ്യാൻ മാത്രമാണ് നമ്മൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല. നമ്മൾ റെസ്റ്റ് എടുക്കാനാണ് മാക്സിമം നോക്കുന്നത്. നമ്മളിവിടെ ഒരു 2 hours ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മൾ റെസ്റ്റ് എടുത്ത് നമ്മുടെ ആക്ച്വലി ബുക്ക് ചെയ്തിട്ടുള്ള റൂമിലോട്ട് പോയി. അത് ഹില്ലിൻ്റെ ടോപ്പിലായിരുന്നു. കുറിഞ്ഞി റിസോർട്ട്സ് എന്നായിരുന്നു കേട്ടോ. ഇതൊരു 3 BHK വില്ലയാണ്. ഒരുപാട് ദൂരം ഡ്രൈവ് ചെയ്തിട്ടാണ് നമ്മളിവിടെ എത്തിയെങ്കിലും ഇവിടെ നിന്നുള്ള വ്യൂവും ഇവിടുത്തെ സ്റ്റേയും അടിപൊളിയായിരുന്നു. ഒരു 6:30 ആയപ്പോഴേക്കും നമ്മൾ ലേക്കിൻ്റെ സൈഡിലൊന്നും പോയി നടന്നു വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അവിടെ എത്തിയപ്പോഴത്തേക്ക് എല്ലാവർക്കും വിശന്നേ. അപ്പോൾ അവിടെ ഒരു ഹോട്ടലിൽ കയറി നമ്മൾ ഡിന്നറും കഴിച്ചു. ചപ്പാത്തി നാണും ചിക്കനൊക്കെയാണ് കഴിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ ലേക്ക് സൈഡിൽ നടക്കാൻ ഇറങ്ങി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു ചൂട് ചായ കുടിച്ചു. കുഞ്ഞാപ്പിക്ക് ഒരു മാഗിയും കൂടെ വാങ്ങിച്ചേ. 2 മലയാളീസ് നടത്തുന്ന ഷോപ്പാട്ടോ. ലേറ്റ് ആയതുകൊണ്ട് തന്നെ കടകളൊക്കെ അടച്ചു തുടങ്ങിയിരുന്നേ. അവിടെ നിന്ന് തന്നെ ഒരു ഹോട്ട് ചോക്ലേറ്റും കൂടെ വാങ്ങിച്ച് കുടിച്ചേ. കൊടൈക്കനാൽ വന്നു കഴിഞ്ഞാൽ ഹോട്ട് ചോക്ലേറ്റ് ഒരു മസ്റ്റ് ട്രൈ ആട്ടോ. ഒരു മാഗി വാങ്ങിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് നേരെ റൂമിലോട്ട് പോയിട്ടോ. റൂമിലേക്ക് പോകുമ്പോൾ രാവിലെ കോഫി ഉണ്ടാക്കാനുള്ള തിങ്സൊക്കെ വാങ്ങിച്ചാണ് പോയത്. കൂട്ടത്തിൽ ബ്രെഡും വാങ്ങിച്ചു കേട്ടോ. ഇത് Day 2 ആണ്. നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ കണ്ടോ. ഇതുകൊണ്ടാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഹിൽ സ്റ്റേഷൻ എപ്പോഴും കൊടൈക്കനാലാണ് കേട്ടോ. ഇന്ന് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഫുൾ ഡേ റിസോർട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് ഓൾറെഡി നമ്മൾ ബ്രെഡൊക്കെ വാങ്ങിച്ച് വന്നിരുന്നു. രാവിലെ എണീക്കുമ്പോൾ ടെമ്പറേച്ചർ 16 ഡിഗ്രി ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഏറ്റവും ടോപ്പിലും ആയതുകൊണ്ട് നല്ലപോലെ തണുപ്പുണ്ടായിരുന്നേ. താഴെ വന്ന് നോക്കിയപ്പോൾ എല്ലാവരും എണീറ്റുണ്ടായിരുന്നേ. ഇത് നമ്മുടെ റിസോർട്ടിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്ന പട്ടിയാണ് കേട്ടോ. അതിന് 2 ക്യൂട്ടായിട്ടുള്ള പപ്പീസും ഉണ്ടായിരുന്നു. കാണിച്ചു തരാം കേട്ടോ. രാവിലെ തന്നെ ചെറുതായിട്ട് ഒരു ഇളം വെയിലൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളൊരു വാക്കിന് പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടോ. ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. പപ്പീസ്.
ഈ റിസോർട്ടിലുള്ള റൂമിൻ്റെ ബാൽക്കണി ഏരിയ ആണ് ഇവിടുത്തെ ഹൈലൈറ്റ് കേട്ടോ. നമുക്കിരുന്ന് റെസ്റ്റ് ചെയ്യാനും ചില്ല് ചെയ്യാനും പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ്. സിമിലർ ആയിട്ടുള്ള കുറേ റിസോർട്ട് ഉണ്ടായിരുന്നു ഇവിടെ. ഇനി നമ്മൾ കോഫി ഉണ്ടാക്കുന്ന പരിപാടിയിലോട്ട് കിടക്കാം കേട്ടോ. കുഞ്ഞാപ്പ എണീറ്റ് വന്നിരിക്കുകയാണ്. ഈ തണുപ്പിൽ നമുക്കൊരു കോഫി ആയാലോ? കോഫി എടുത്ത് നമ്മൾ ബാൽക്കണിയിൽ പോയി ഇരുന്ന് വൈബ് ആസ്വദിച്ച് നമ്മൾ കോഫി കുടിക്കുകയാണ് കേട്ടോ. നാട്ടിലത്തെ ചൂടിൽ നിന്ന് എസ്കേപ്പായിട്ട് നല്ല 2 ഡേയ്സ് ആയിരുന്നു കൊടൈക്കനാൽ നമുക്ക് പ്രസൻറ്റ് ചെയ്തത് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ റിസോർട്ടിൻ്റെ ഒരു ഹോം ടൂർ കണ്ടാലോ? ഒരു ലിവിങ് ഏരിയ, അതിന് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ബെഡ്റൂം ഉണ്ട് കേട്ടോ. 3 ബെഡ്റൂംസും നല്ല വലുതായിരുന്നേ. ഇതാണ് ഇവിടുത്തെ ബാൽക്കണി. നല്ല സ്റ്റോറേജ് യൂണിറ്റും നല്ല വലിയ ബെഡും ഒക്കെ ആയിട്ടുള്ള റൂമാണ്. ലിവിങ് റൂമിന് അറ്റാച്ച് ആയിട്ട് ഒരു കുഞ്ഞ് കിച്ചൺ കേട്ടോ. അവിടെ കെറ്റിലും പ്രഷർ കുക്കറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എവിടെയും കാണാത്ത രീതിയിലേ നമുക്ക് കിച്ചണിൽ ഒരു ഹീറ്ററും കൂടെ വരുന്നുണ്ട്. TV ഉണ്ട്. നമ്മൾ സ്റ്റെയർ കയറി പോകുമ്പോൾ അവിടെ 2 ബെഡ്റൂംസാണ് ഉള്ളത്. ഇതൊരു ഹോണ്ടഡ് ഹൗസ് പോലെയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് തോന്നിയത്. ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ അടിപൊളിയാണ്. ഇതാണ് സെക്കൻഡ് റൂം. ഇവിടെ നിന്നും സിമിലർ ആയിട്ടുള്ള ഒരു ബാൽക്കണി ഉണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ബാൽക്കണി ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് കേട്ടോ. നല്ല ഫോട്ടോസൊക്കെ കിട്ടുന്ന ഒരു ഫ്രെയിമാണ് കേട്ടോ ഇവിടെ. ഇത് ചെടി എന്താണെന്ന് അറിയില്ല, അത് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല വലിയ സൈസുള്ള റൂമാണ്. ഇവിടെ ഒരു കോമൺ ബാത്റൂം ഉണ്ട്, അത് ഓപ്പൺ അല്ല കേട്ടോ. ഇതാണ് 3rd ബെഡ്റൂം. ഇത് കുറച്ച് ചെറിയ സൈസാണ്. നമ്മളൊരു 12 മണിയൊക്കെ ആയപ്പോൾ റൂം വെക്കേറ്റ് ചെയ്തു കേട്ടോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി കഴിച്ചിരുന്നേ. ഈ റൂമിൻ്റെ സ്റ്റേയുടെ ഡീറ്റെയിൽസ് വേണ്ടവർ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. കൊടൈക്കനാൽ നമ്മൾ വന്ന് നിന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് സ്റ്റേ തന്നെയായിരുന്നു കേട്ടോ ഇത്. ഇവിടെ നിന്നുള്ള വ്യൂ ആണേലും സ്റ്റേ ആണേലും. ഇനി നെക്സ്റ്റ് നമ്മൾ ലേക്കിൻ്റെ സൈഡിൽ കുറച്ച് ഷോപ്പിംഗ് ആണ് പോണേ. നല്ല റഷായിരുന്നു കേട്ടോ അവിടെ. ഇവിടെ ടൗണിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും റിസ്ക് ഉള്ള കാര്യം എന്ന് പറയുന്നത് വണ്ടി പാർക്ക് ചെയ്യണതാണ്. നമുക്കവിടെ ലേക്കിൻ്റെ പാർക്കിങ്ങിൽ തന്നെ പാർക്കിംഗ് കിട്ടിയിട്ടോ. ഇവിടെ അടുത്തടുത്തായിട്ട് കുറേ ബിരിയാണി സ്പോട്ട്സ് ഉണ്ട്. നമ്മൾ കൊടൈക്കനാൽ ഫേമസ് ആയിട്ടുള്ള മൺമണൻ റെസ്റ്റോറൻറ്റിലോട്ടാണ് പോകാമെന്ന് വിചാരിച്ചത്. അവിടെ പോയപ്പോൾ അത് ഓപ്പൺ ആയിരുന്നില്ല കേട്ടോ. ഒരു 12:31 അത് ഓപ്പൺ ആവുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോഴത്തേക്കൊരു ചായയൊക്കെ കുടിച്ചിട്ട് വന്നേ. ഇതാണ് മൺമണൻ റെസ്റ്റോറൻറ്റ്. നമ്മൾ അവിടെ പോയി കുറച്ച് നേരം വെയിറ്റ് ചെയ്യണ്ടായേ. 1:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ നല്ല റഷ് ആവുമെന്ന് കേട്ടോ പറഞ്ഞത്. അവിടെ വെയിറ്റിംഗ് ചെയർസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്കും നല്ല മഴക്കോളുണ്ടായിരുന്നു കേട്ടോ. ഈ SK ടയേഴ്സിൻ്റെ ഓപ്പോസിറ്റാണ്. നമ്മൾ അത്യാവശ്യം കുറച്ചധികം നേരം വെയിറ്റ് ചെയ്തിട്ടോ കേട്ടോ നമുക്ക് ഫുഡ് കിട്ടി തുടങ്ങിയേ. അവിടുത്തെ മെനു കണ്ടോ? ചിക്കൻ ബിരിയാണി 270, മട്ടൺ ബിരിയാണി 350 ആണ് വരുന്നത്. മീൽസും ഉണ്ട് കേട്ടോ. നല്ല ഹൈപ്പ് കൊടുത്ത റെസ്റ്റോറൻ്റ് ആണെങ്കിലും ഇവിടുത്തെ ഫുഡ് അത്ര അഫോർഡബിളായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ.
നാട്ടിൽ കിട്ടുന്ന മട്ടൺ ഡിഷസിനേക്കാളും തമിഴ്നാട്ടിൽ കിട്ടുന്ന മട്ടണിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അവരതിൻ്റെ എല്ലാ പാട്ടും എടുത്ത് കറി ഡിഷ് ഉണ്ടാക്കുകയെ. റെസ്റ്റോറൻറ്റിൻ്റെ പേര് പോലെ തന്നെ ഇവിടെ സെർവ് ചെയ്യുന്ന എല്ലാ പാത്രങ്ങളും മണ്ണിൻ്റേതാവും കേട്ടോ. ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്നത് 4 ചിക്കൻ ബിരിയാണി, ഒരു നാട്ടുകോഴി മീൽസ്, ഒരു ബ്രോയിലർ മീൽസ് ആയിരുന്നേ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ലൈറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല വിശന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ബിരിയാണി ആണെങ്കിലും മീൽസ് ആണെങ്കിലും സെർവ് ചെയ്യുന്നത് ഇലയിലാണേ. കൂടെ ഒരു സാബുദാന ഹൽവ കൂടെ കോംപ്ലിമെൻ്ററി ആണ് കേട്ടോ. അത് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഷുഗറിന് പകരം ശർക്കരയാണ് അതിൽ ആഡ് ചെയ്തതെന്ന്. അപ്പോഴേക്ക് പുറത്ത് നല്ല മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്ത സാലഡ് സെർവ് ചെയ്തു. അതിൻ്റെ പുറകിൽ തന്നെ ബിരിയാണി എത്തി കേട്ടോ. ഒരു ബിരിയാണി തന്നെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ഒരാൾക്ക് ഫുള്ള് കഴിച്ച് തീർക്കാൻ പറ്റില്ലായിരുന്നു. കാണുമ്പോൾ കുറച്ചായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഒരാൾക്ക് ഒന്ന് പറഞ്ഞു, പക്ഷേ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ബിരിയാണി വരുന്ന ജീരകശാല റൈസ് ആയിരുന്നു. എല്ലാ ബിരിയാണിയിലും ഒരു ലെഗ് പീസ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മീൽസിന് 2 സൈഡ് ഡിഷ് വരുന്നുണ്ട് കേട്ടോ. രാജ്മയുടെ ഒരു കറി ഉണ്ടായിരുന്നു, പിന്നെ ക്യാബേജിൻ്റെ തോരൻ ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ നമുക്ക് അപ്പളമാണ് കിട്ടുക കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ പോലെ പപ്പടമല്ലേ, വലിയ സൈസ് അപ്പളമാണ് കിട്ടുക. അത് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആവറേജ് തന്നെയായിരുന്നു കേട്ടോ. അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. നമ്മൾ ന്യൂ ഇമ്രാൻ കഴിച്ച അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല ഫുഡിന്. എല്ലാവർക്കും അത് തന്നെയായിരുന്നു കേട്ടോ അഭിപ്രായം. ഹൈപ്പിനുള്ളത് ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും മഴ നല്ല സ്ട്രോങ് ആയിരുന്നു കേട്ടോ. ഫുഡിൻ്റെ ടേസ്റ്റ് കുറവാണെങ്കിലും ആ ഒരു വൈബ് നമുക്ക് അവിടെ കിട്ടിയിരുന്നു. മഴയും കുറേ നേരമായിട്ട് മഴ തോർന്നില്ല കേട്ടോ. ഇപ്പം നമ്മൾ ഈ മഴ ഫുള്ള് കൊണ്ടിട്ട് തന്നെയാണ് കാർ പാർക്കിങ്ങിലേക്ക് പോയത്. കാർ ലേക്കിൻ്റെ പാർക്കിങ്ങിലാണ് ഇട്ടിരുന്നത്. ഇനി നമ്മൾ വീട്ടിലേക്ക് തിരിക്കുകയാണ്. ടൗണ് കഴിഞ്ഞപ്പോൾ മഴ ഒന്ന് കുറഞ്ഞു കേട്ടോ. നാട്ടിലെ ചൂട് ആലോചിക്കുമ്പോൾ തന്നെ അങ്ങോട്ട് പോകണമെന്നില്ല കേട്ടോ. പക്ഷെ വേറെ വഴിയില്ലല്ലോ, പോയല്ലേ പറ്റൂ. ഒരു ദിവസം ഫുള്ള് കൊടൈക്കനാൽ പെയ്ത മഴയിൽ സിൽവർ കാസ്കേഡ് ഫോൾസ് നിറഞ്ഞൊഴുകുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിർത്താമെന്ന് വിചാരിച്ചേ. പാർക്കിംഗ് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും വണ്ടി നിർത്തി നമ്മൾ ഇറങ്ങി. ഇവിടെ കുറേ സ്നാക്സിൻ്റെ ഒക്കെ കടയുണ്ട്. എല്ലാവർക്കും അൺഹൈജീനിക് ആണെന്ന് അറിയാമെങ്കിലും എല്ലാവരും വാങ്ങിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളും വാങ്ങിച്ച് കഴിച്ചേ. നമ്മൾ കൊടൈക്കനാൽ വരുമ്പോൾ തന്നെ നമ്മളെ ഫസ്റ്റ് വെൽക്കം ചെയ്യുന്ന ഒരു സ്പോട്ടാണ് ഈ സിൽവർ കാസ്കേഡ് ഫോൾസ് ട്ടോ. നമ്മൾ ഇറങ്ങി ഈ വഴി നടക്കുമ്പോൾ ചുറ്റിനും കുരങ്ങന്മാരായിരുന്നേ. ആൾക്കാരുടെ നിന്നെല്ലാം തട്ടിപ്പറിച്ച് കൊണ്ടുവരുന്നു കേട്ടോ. അപ്പോൾ നമുക്കൊരു ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ ഇറങ്ങി നടക്കുമായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നില്ല. തിരിച്ച് ഒരു ദിവസം കൊണ്ടാണ് ഇത്രയും വെള്ളം കൂടിയിരിക്കുന്നത് കേട്ടോ. കുറച്ച് നേരം അവിടെ കണ്ട് ആസ്വദിച്ച ശേഷം നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തേ. അതിന് സൈഡിലായിട്ട് തന്നെ കുറച്ച് ഷോപ്സ് ഉണ്ട് കേട്ടോ. പക്ഷെ അവിടെ കുറച്ച് പ്രൈസി ആയിട്ടാണ് തോന്നിയത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ തന്നെ കുറച്ച് വില കൂടുതലായിട്ടാണ് അവിടെ തോന്നിയത്. കുഞ്ഞു മെറ്റൽ കാർ വേണമെന്ന് ചോദിക്കുക കേട്ടോ. എവിടെ പോയാലും ഒരു മെറ്റൽ കാർ നിർബന്ധമാണ്. പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചില്ല കേട്ടോ. അവിടെ കുറച്ച് വില കൂടുതലായിരുന്നു. കൊടൈക്കനാലിൻ്റെ തന്നെ കുറച്ച് നല്ല ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. നമ്മളവിടെ ഒരു കടയിൽ നിന്ന് മുളക് ബജിയും മുട്ട ബജിയും ഒക്കെ വാങ്ങിച്ച് കഴിച്ച്. കാണാൻ നല്ല കളർഫുള്ളാണെങ്കിലും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു പൊട്ടേറ്റോ സ്പ്രിംഗ് റോൾ വാങ്ങിച്ച് പകുതി കഴിച്ച് കളഞ്ഞു കേട്ടോ. അത്രയും മോശമായിരുന്നു. ഒരു 5:30 അടുപ്പിച്ച് നമ്മൾ പഴനി എത്തി കേട്ടോ. കാറിൽ വീണ്ടും AC ഇടാനുള്ള ടൈമായി. നമുക്കൊരു നല്ല അടിപൊളി സൺസെറ്റ് വ്യൂ കിട്ടിയിരുന്നേ. രാത്രി ഡിന്നറിന് നമ്മൾ ഈ കടയിലാട്ടോ കയറിയത്. പൊറോട്ട ലൈവായിട്ട് ഉണ്ടാക്കണത് കണ്ടിട്ട് കയറിയതാണ് കേട്ടോ.
ഒരു കുഞ്ഞു കടയായിരുന്നു കേട്ടോ അത്. എല്ലാവരും പൊറോട്ടയാണ് ഓർഡർ ചെയ്ത്. കൂട്ടത്തിൽ ബുൾസയും ഓംലേറ്റും കലക്കിയും ഉണ്ടായിരുന്നു. ഇതിൽ എൻ്റെ ഫേവറേറ്റ് കലക്കിയാട്ടോ. വേറെ ആർക്കൊക്കെ കലക്കി ഇഷ്ടമാണെന്ന് കമൻറ്റ് ചെയ്യണേ. പൊറോട്ടയ്ക്ക് ഒരു സിംഗിൾ ഗ്രേവി ഉണ്ടായിരുന്നു കേട്ടോ. വേറെ സൈഡ് ഡിഷസ് ഒന്നും ഉണ്ടായിരുന്നില്ല. വേറെ നോൺ വെജ് ഐറ്റം ഒന്നും ഉണ്ടായിരുന്നില്ല. ഫുഡ് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ പൊറോട്ടയ്ക്ക് 20 റുപ്പീസ് ആയിരുന്നേ. ഗ്യാസിന് വില കൂട്ടിയത് കൊണ്ട് പൊറോട്ടയും വില കൂട്ടിയെന്നാണ് പറഞ്ഞത്. ഇവിടെ പൊറോട്ടയ്ക്ക് ചട്നിയും ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നേ. തമിഴ്നാട്ടിൽ അങ്ങനെ കൊടുക്കുമെന്നാണ് തോന്നണേ. ഇനി ഈ ട്രിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ സ്ഥലങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്തില്ലെങ്കിലും നമ്മൾ 2 ദിവസം നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ ക്ലൈമറ്റ് ആണെങ്കിലും ഫുഡാണെങ്കിലും. ഇനി നാളെ മുതൽ എല്ലാവരും ബാക്ക് ടു വർക്കാണ് കേട്ടോ. ഇനി അടുത്ത ട്രിപ്പിൻ്റെ പ്ലാനിങ്ങും കാത്തിരിപ്പും നമുക്ക് ഇവിടെ തുടങ്ങാം. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ. താങ്ക് യു. ബൈ.